NDTV പറയുകയാണ് BJP 371 അർണബിനെ മറികടന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി 154 അവിടെയും പിടിച്ച് താഴോട്ട് വലിച്ചിട്ടുണ്ട്. NDTV വളരെ ഗംഭീരമായി സർവേ എക്സിറ്റ് പോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതേഴ്സ് 47, മറ്റവർക്ക് 30 ആയിരുന്നു, ഇത് 47 ആണ്. അപ്പോൾ ഏതായാലും ഇവർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ NDTV മുന്നേറി അല്ലേ ശ്രീലാൽ? 184 47 കൂട്ടിയതിൽ എത്ര കിട്ടും? 572 കൂട്ടിയാൽ 572 കിട്ടും ശരത്. അത് ഞാൻ പറഞ്ഞ KJ ജേക്കബ് വൈകിട്ട് പറഞ്ഞ കറക്റ്റാ. ഇതെല്ലാം കൂടെ ഒരു 600 ആകുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ 572 43 കഴിഞ്ഞു പോയി. അവര് പറഞ്ഞതാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചത്. 543 എന്നുള്ളത് 572 അല്ല മനു, ഇത് അവര് പറഞ്ഞു തന്നെയല്ലേ ഇത്? ഉറപ്പല്ലേ? ശ്രീലാൽ, അത് NDTV പറഞ്ഞതാണ് കേട്ടോ. ഒരു കൗതുകത്തിന് ഞാൻ കൂട്ടി നോക്കിയതാണ്. 572 ഇത് മൂന്നും കൂട്ടുമ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ഇനി അവരുടെ കണക്കിൽ അവർക്ക് സേഫായിട്ട് പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ടുണ്ടാവും. പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ ഒരു 20 സീറ്റ് അങ്ങോട്ട് 30 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞും കൂടിയും വരാം. എന്നാൽ പോലും 570 ഓക്കെ, അത് മനസ്സിലായി. ഇത് എക്സിറ്റ് പോളിൽ നമ്മൾ ആക്യുറേറ്റ് എന്ന് പറയുന്ന ആക്യുറസി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഇട്ടതിൽ ഒരു 10% അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ എന്ന് പറയാം. ആകെ സീറ്റിനേക്കാൾ കൂടുതൽ പോകുന്നതിനോടൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് എനിക്ക് കിളി പോയി ആ കണക്ക് കേട്ടിട്ട്. വിഷ്ണു ഇത് ഈ കണക്ക് തന്നെയാണോ NDTV പറയുന്നത്? ശ്രീലാൽ വരാം. വലിയ ബുദ്ധിമുട്ടാണ് ശ്രീലാൽ ഉണ്ടാക്കി വെച്ചത്. വിഷ്ണു, എങ്ങനെയാണോ NDTV പറയുന്നത്? ശരത്ത്, ഇന്ത്യ ന്യൂസ് ഡൈനാമിക്സ് CS സർവേ ആണ് NDTV കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഡൈനാമിക്സായി പേനെടുത്തൊന്ന് കൂട്ടിക്കേ. എത്ര സീറ്റ്? BJPക്ക് 371. അല്ല വിഷ്ണു, ലോക്സഭയിൽ എത്ര സീറ്റുണ്ട്? ലോക്സഭയിൽ ആകെ എത്ര അംഗങ്ങളുടെ? 543. പക്ഷേ ഇവരുടെ സർവേ അനുസരിച്ച് അതിലും കൂടുതൽ സീറ്റാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യമെന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ത്യക്ക് 371 125 മറ്റുള്ളവർക്ക് 47 സീറ്റും കൊടുക്കുമ്പോൾ നിലവിലുള്ള സീറ്റിനേക്കാൾ അധികം സീറ്റുകളാണ് ഇപ്പോൾ ഇവരുടെ സർവേയിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ 3 സർവേകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് പി മാർക്ക് സർവേ, ഇന്ത്യ ന്യൂസ് ഡൈനാമിക്സ്, റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ. ഈ 3 സർവേകളും ഈ NDAക്ക് തന്നെ മുൻതൂക്കം നൽകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. റിപ്പബ്ലിക് TV പി മാർക്ക് സർവേയിൽ NDAക്ക് 359 സീറ്റുകൾ, റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ കൂടി നമുക്ക് മുന്നിലേക്ക് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ NDAക്ക് 353 മുതൽ 368 സീറ്റ് വരെയും, കോൺഗ്രസിന് 118 മുതൽ 133 സീറ്റ് വരെയും, മറ്റുള്ളവർക്ക് 43 മുതൽ 48 സീറ്റ് വരെയുമാണ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ പ്രവചിക്കുന്നത്. ശരത്, ഇത് കോൺഗ്രസിനാണോ കാണിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്നില്ല. അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണത്? അത് കോൺഗ്രസ് സീറ്റുകളാണോ അതോ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാണോ? ഇതൊക്കെ ഗണിച്ചെടുക്കൂ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ മുന്നണി സീറ്റുകളാണ്. ഓക്കെ, റൈറ്റ്. ഇന്ത്യ മുന്നണി സീറ്റ്. ഇന്ത്യ മുന്നണിക്ക് മാക്സിമം 118 അല്ലേ? ടൈം 18 മുതൽ 133. ടൈംസ് നൗ കേരളം വലിയ LDFന് ഒന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. അവരുടെ സർവേയിലൊന്നും കേരളം ടൈംസ് നൗ പറയുന്ന കേരളത്തിൽ LDFന് ഇതാണ് 0. UDFന് പിന്നെ 20 BJP ഉണ്ടല്ലേ, BJPക്ക് 1 മുതൽ 3 വരെയും, UDFന് 17 മുതൽ 19 വരെയും. ടൈംസ് നൗ അങ്ങനെയാണ് ഈ സർവേയിലൂടെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം കുറിച്ച് വെച്ചോളുക. ഇതാണ് കേരളത്തിൽ ടൈംസ് നൗ കാണുന്നത്.